ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ബേസിക് ടേംസ് ഓഫ് ഇൻകം ടാക്സ് ആണ്. ഞാൻ എൻ്റെ നോട്ട്സ് PPT ആയിട്ട് ആഡ് ചെയ്തിരുന്നു. ഡൗൺലോഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പേജായിട്ട് ഇട്ടിട്ടുണ്ട്. പേജ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല, കാണാനേ കഴിയുള്ളൂ. എൻ്റെ കൂടെ ഈ ഓഡിയോയും കൂടി ഈ വീഡിയോയും കൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് പേഴ്സൺ. As per Income Tax Act, person includes number one, an individual. Individual means a human being. Next, a Hindu undivided family, a company. Company എന്ന് പറയുമ്പോൾ any company registered under the Companies Act. Next, firm or partnership firm. Next, association of persons or body of individuals, whether incorporated or not. നെക്സ്റ്റ് ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇങ്ങനെയുള്ളതൊക്കെ വരും. ലാസ്റ്റ് വൺ എവരി ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ. അതിനകത്ത് യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. പേഴ്സൺ ഇൻക്ലൂഡ് ആൻ ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, പാർട്ട്ണർഷിപ്പ് ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ലോക്കൽ അതോറിറ്റി ആൻഡ് എവരി ആർട്ടിഫിഷ്യൽ പേഴ്സൺ. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് AOPയുടെയും BOIയുടെയും ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മീനിങ് ആണ്. AOPയും BOIയും നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്ന വേർഡ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ മീനിങ്ങും കൂടി ആഡ് ചെയ്തേക്കുന്നത്. അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ, ഒരു ഫേം, ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തെങ്കിലും കാര്യം ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയാം. അതായത് ഇൻഡിവിജ്വൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പല ടൈപ്പ് ആൾക്കാർ അതിനകത്ത് ചേരുന്നുണ്ട്. അപ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ മീൻസ് അസോസിയേഷൻ മീൻസ് ആൻ അസോസിയേഷൻ ഇൻ വിച്ച് 2 or more persons join in a common purpose to produce income or gains. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിനകത്ത് മിനിമം 2 persons ഉണ്ടായിരിക്കും. 2 or more persons ആണ്. ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഇൻ വിച്ച് 2 or more person join in a common purpose to produce income or gains. നെക്സ്റ്റ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നാൽ ഇപ്പോൾ അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ ഇൻഡിവിജ്വലും മറ്റേതെങ്കിലും പേഴ്സൺ, ഫേമോ കമ്പനിയോ അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും ചേരുന്നത്. പക്ഷേ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒരു 2 or അതിലധികമോ ഇൻഡിവിജ്വൽസ് ആയിരിക്കും അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്തൗട്ട് കോമൺ ഒബ്ജക്റ്റീവ് ഓഫ് മേക്കിംഗ് ഇൻകം, ബട്ട് ദേ ജോയിൻ ടുഗദർ ഫോർ ഷെയറിങ് സം അസറ്റ് ഓർ ഇൻകം. നെക്സ്റ്റ് ടേം അസസി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. നമുക്ക് ഇൻകം ടാക്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് അസസി എന്ന് പറയുന്ന ടേം. അപ്പോൾ അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2 subsection 7 ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. അതിൻ്റെ സിമ്പിൾ മീനിങ് ആണ്. ഒറ്റ വേർഡിൽ 1 word ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്കിത് പറയാം. അസസി മീൻസ് എ പേഴ്സൺ ഹു ഈസ് ലൈബിൾ ടു പേ ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി പേബിൾ അണ്ടർ ദി ആക്ട്. ടാക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും മണിയോ പേ ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് അസസി ചെയ്യുന്ന പേഴ്സണിനെ നമ്മൾ അസസി എന്ന് പറയും. അപ്പോൾ എല്ലാ അസസിയും പേഴ്സൺ ആയിരിക്കും. അസസി എന്ന് പറയുന്നതെല്ലാം പേഴ്സൺ ആയിരിക്കും. പക്ഷേ എല്ലാ പേഴ്സണും അസസി ആകണം എന്നില്ല. ഇനി അസസിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മീനിങ് ആണ്. ഒന്നാമത്തത് അസസി മീൻസ് എ പേഴ്സൺ ഹു ഈസ് ലൈബിൾ ടു പേ എനി ടാക്സ്. who is liable to pay any tax. രണ്ടാമത്തത് who is liable to pay any sum of money under the act. ആക്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പെനാൽറ്റിയോ ഫൈനോ അങ്ങനെ എന്തെങ്കിലും ടാക്സ് തന്നെ അല്ലാത്ത എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹൂം എനി പ്രൊസീഡിങ്സ് അണ്ടർ ദി ആക്ട്. അതായത് ആ ആളുടെ പേരിൽ എന്തെങ്കിലും പ്രൊസീഡിങ്സ്, ഇപ്പോൾ ഇൻകം ടാക്സ് അടച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്ത് അയാളുടെ എന്തെങ്കിലും ആക്ട് അനുസരിച്ച് വാങ്ങിക്കുവാണെങ്കിൽ. നെക്സ്റ്റ് എനി എമൗണ്ട് ഓഫ് റീഫണ്ട് ഡ്യൂ ടു ഹിം. അതായത് ചിലപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ടാക്സ് എമൗണ്ട് കൂടുതലാണെങ്കിൽ നമുക്ക് റിട്ടേൺ തരും, തിരിച്ച് കുറച്ച് എമൗണ്ട് കിട്ടാനുള്ള എമൗണ്ട് റീഫണ്ടായിട്ട് തരും. അപ്പോൾ ആ എമൗണ്ട് തരികയാണെങ്കിലും നമുക്ക് അസസി ആണെന്ന് പറയാം. നെക്സ്റ്റ് ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി എന്ന് ഡീംഡ് അസസി എന്ന് പറയും. അതിൻ്റെ മീനിങ് അടുത്തതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡിഫോൾട്ട്. അസസി ഇൻ ഡിഫോൾട്ട്
അപ്പോൾ ഒന്നുകൂടി പറയാം, അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാർ ഹു ഈസ് ലൈബിൾ ടു പേ എനി ടാക്സ്, who is liable to pay any sum of money under the act, in respect of whom any proceedings under the act, any amount of refund due to him who is deemed to be an assessee and who is deemed to be an assessee in default. നെക്സ്റ്റ് ഡീംഡ് അസസി ആണ്. ഡീംഡ് അസസിയെ മറ്റൊരു പേരിൽ വിളിക്കുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി. രണ്ട് ടേം ഓർത്തിരിക്കണം, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് എ പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഫോർ സം അതർ പേഴ്സൺ. അതായത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു അസസി അല്ല, പക്ഷെ മറ്റൊരാൾക്ക് വേണ്ടി ടാക്സ് അടയ്ക്കുന്നത് കൊണ്ട് ആണ് അദ്ദേഹത്തിന് ഡീംഡ് അസസി എന്ന് വിളിക്കുന്നത്. സംടൈംസ് എ പേഴ്സൺ ഈസ് ബൗണ്ട് ടു പേ ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓഫ് അനദർ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ഇൻ ദി കേസ് ഓഫ് മൈനർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ടാക്സ് അടയ്ക്കുന്നത് പാരൻ്റ് ആരെങ്കിലും ആയിരിക്കും. അതേപോലെ തന്നെ ലുനാറ്റിക് പേഴ്സൺസ് ആകുമ്പോൾ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആരെങ്കിലും അടയ്ക്കും. ഇൻ ദി കേസ് ഓഫ് ഡെത്ത് ഓഫ് പേഴ്സൺ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ടാക്സ് അടയ്ക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഈസ് അസസി ഇൻ ഡിഫോൾട്ട്. അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചിട്ട് അയാൾ ഒരു ഡ്യൂട്ടി ചെയ്യേണ്ടിയിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. അതിൽ ഫെയിൽ ആവുകയാണെങ്കിൽ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിക്കും. വെൻ എ പേഴ്സൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് എനി വർക്ക് അണ്ടർ ദി ആക്ട് ആൻഡ് ഹീ ഫെയിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് ടേമാണ് അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും. അതിൽ അസസ്മെൻറ്റ് ഇയർ ഡിഫൈൻ ചെയ്തേക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 9 അനുസരിച്ചിട്ടാണ്. അസസ്മെൻറ്റ് ഇയറിൻ്റെ മീനിങ് ഇതാണ്. ഇറ്റ് മീൻസ് പീരീഡ് ഓഫ് 12 months commencing from the first day of April every year and ending on 31st March next year. അപ്പോൾ നമുക്കിപ്പോഴ് കറൻ്റായിട്ടുള്ള നമ്മൾ അസസ്മെൻറ്റ് ഇയർ പറയുവാണെങ്കിൽ 1st April 2020 മുതൽ 31st March 2021 വരെയാണ് നമ്മുടെ അസസ്മെൻറ്റ് ഇയർ. ഏപ്രിൽ ടു എല്ലാ അസസ്മെൻറ്റ് ഇയറും ഏപ്രിൽ ടു മാർച്ച് ആയിരിക്കും. അതേപോലെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇറ്റ് ഇൻക്ലൂഡ്സ് എ പീരീഡ് ഓഫ് 12 months, 12 മാസം ഉള്ളതായിരിക്കും അസസ്മെൻറ്റ് ഇയർ. നെക്സ്റ്റ് ടേമാണ് പ്രീവിയസ് ഇയർ. സെക്ഷൻ 3 ആണ് പ്രീവിയസ് ഇയറിന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് പിറകിലുള്ള ഫിനാൻഷ്യൽ ഇയറിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ അസസ്മെൻറ്റ് ഇയർ 1st April 2020 to 31st March 2021 ആണ്. അതിൻ്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1st April 2019 മുതൽ 31st March 2020 വരെ വരും. പക്ഷേ മറ്റൊരു പ്രത്യേകതയുള്ളത്, പ്രീവിയസ് ഇയറിൻ്റെ കേസിൽ 12 months വരണം എന്ന് നിർബന്ധമില്ല. അസസ്മെൻറ്റ് ഇയർ ആണെങ്കിൽ 12 months ഉണ്ടായിരിക്കും, പ്രീവിയസ് ഇയറിൽ 12 months ഉണ്ടാകണം എന്നില്ല. ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒക്ടോബറിലാണ്, 1st October 2019 അവിടെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ 1st October 2019 മുതൽ 31st March 2020 വരെ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സെപ്ഷൻസ് ആണ്. ഇതും കൂടെ ആകുമ്പോൾ നമ്മൾ ഈ ടേം ഇവിടെ തീരുവാണ്. എക്സെപ്ഷൻസ് ടു ദി ജനറൽ റൂൾ അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ഇൻകം എന്ന് പറയും. അതായത് നമ്മളുടെ ഒരു ജനറൽ റൂൾ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സ് ഇൻകം ഈസ് ടാക്സബിൾ ഇൻ ദി അസസ്മെൻറ്റ് ഇയർ. നമ്മൾ ഫസ്റ്റിൽ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ പറഞ്ഞിട്ടുള്ള ബേസിസ് ഓഫ് ടാക്സിനകത്ത് വരുന്നതാണ്. പ്രീവിയസ് ഇയർ ഇൻകം എല്ലായ്പ്പോഴും ടാക്സ് അടയ്ക്കാനുള്ളത് അസസ്മെൻറ്റ് ഇയറിലായിരിക്കും. ഈ ജനറൽ റൂളിനൊരു എക്സെപ്ഷൻ ഉണ്ടാകും. അതായത് ചില സ്പെഷ്യൽ കേസസിൽ പ്രീവിയസ് ഇയറിലെ ഇൻകം അതേ ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കണം. അത് ഏതൊക്കെ സ്പെഷ്യൽ കേസസ് ആണെന്നുള്ളതാണ് നോക്കുന്നത്. ഈ എക്സെപ്ഷൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആക്സിലറേറ്റഡ് ഇൻകം. അത് ഒരു 5 കേസാണ് അതിനകത്ത് വരുന്നത്. അതിൽ ഒന്നാമത്തത് ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് കമ്പനി. ഇൻകം ഓഫ് നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് കമ്പനി. ഷിപ്പിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന നോൺ റെസിഡൻ്റ് ആണ്. നോൺ റെസിഡൻ്റ് ആകുമ്പോൾ അയാൾ ചിലപ്പോൾ അടുത്ത അസസ്മെൻറ്റ് ഇയർ ആകുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് അവരുടെ നിന്ന് ആ ഇയറിൽ തന്നെ അസസ് ചെയ്യും. നെക്സ്റ്റ് ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിങ് ഇന്ത്യ. ഇന്ത്യ വിട്ട് പുറത്തു പോകുന്ന പേഴ്സൺസ് ആണെങ്കിലും ആ ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കണം. ഇൻകം ഓഫ് പേഴ്സൺസ് ലീവിങ് ഇന്ത്യ. നെക്സ്റ്റ് ഇൻകം ഓഫ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഓർ ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഫോർ എ പർട്ടിക്കുലർ ഈവൻറ്റ് ഓർ പർപ്പസ്. ഇപ്പോൾ ഏതെങ്കിലും AOPയോ
അല്ലെങ്കിൽ BOയോ ഏതെങ്കിലും ഒരു ചെറിയ പീരീഡിനേക്ക് വേണ്ടി തുടങ്ങിയതാണെങ്കിൽ ആ പീരീഡ് അത് കംപ്ലീറ്റ് ആകുമ്പോൾ ആ ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കണം. ഇൻകം ഓഫ് AOP, BOI ഓർ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഫോർ എ പർട്ടിക്കുലർ ഇവൻ്റ് ഓർ പർപ്പസ്. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരാളുടെ പേരിലോട്ട് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ. നെക്സ്റ്റ്, ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് എ ബിസിനസ്സോ പ്രൊഫഷൻ. ഏതെങ്കിലും ബിസിനസ്സോ പ്രൊഫഷനോ ഒക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ആ ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കണം. അടുത്ത വർഷം അങ്ങനെ ഒരു സ്ഥാപനം നിലവിലുണ്ടാകത്തില്ല, അതുകൊണ്ട് ആ ഇയറിൽ തന്നെ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്ക്. താങ്ക് യു.